പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ. ഇന്ന് ടീച്ചർ എടുക്കാൻ പോകുന്നത് ന എന്ന കൂട്ടക്ഷരാണ്. നമ്മളിതിൻ്റെ മുന്നേ പഠിച്ചിട്ടുണ്ട്. ന എന്നും ന എന്നും ഉച്ചാരണമുള്ള അക്ഷരമുണ്ട് അല്ലേ? അതിൻ്റെ തന്നെ കൂട്ടക്ഷരാണ് ന എന്നും ന എന്നും ഉച്ചാരണം വരുന്ന കൂട്ടക്ഷരാണത്. മനസ്സിലായോ? അപ്പോൾ നമുക്കതൊന്ന് പഠിക്കാം. അത് വരുന്ന വാക്കുകൾ പഠിക്കാം, എങ്ങനെ എഴുതാന്ന് പഠിക്കാം. എല്ലാവരും റെഡിയല്ലേ? എന്നാ ഓടി വരും. ഇന്നത്തെ പാട്ടിന്റെ പേരെന്താണെന്നറിയോ? പൊന്നുകിളിയും ചിന്നുകിളിയും. പൊന്നുകിളിക്കും ചിന്നുകിളിക്കും എന്തൊക്കെ സംഭവിച്ചു നമുക്ക് നോക്കാം. കുന്നിൻ മോളിലെ കൊന്ന മരത്തില് ഇന്നലെ വന്നൊരു ചിന്നുകിളി, മലയും കടന്ന് പുഴയും കടന്ന് പറന്നു പറന്നു വന്നു കിളി. തുന്നൽക്കാരൻ ചിന്നുകിളിക്കൊരു കൂടൊരുക്കാൻ കൂടേണം, നാരും ഇലയും കൊത്തിയെടുത്ത് പറന്നു വന്നു പൊന്നുകിളി. പൊന്നുകിളിയുടെ കൂടിനടുത്തായി ചിന്നുകിളിയും കൂടൊരുക്കി. കിന്നാരം ചൊല്ലിയിരുന്നൊരു നേരം തെന്നൽ വന്നു തഴുകി ചൊല്ലി, വൈകുന്നേരമായില്ലേ ഇനി കൂട്ടിൽ കയറിയിരുന്നാട്ടെ, കൊന്ന മരത്തിൻ താഴെ പൊത്തിൽ ഉണ്ടൊരു വമ്പൻ പെരുമ്പാമ്പ്. ഉണർന്നെഴുന്നേറ്റു വന്നെന്നാൽ തീർന്നു കാര്യം സൂക്ഷിച്ചോ, കണ്ടാൽ കൊന്നു തിന്നിടും ഒന്നായി ചേർത്തു വിഴുങ്ങിടും. ചിന്നുകിളിയും പൊന്നുകിളിയും കൂട്ടിൽ കയറിയിരിപ്പായി. ഇരുട്ടു പരന്ന നേരത്ത് ഇഴഞ്ഞു വന്നു പെരുമ്പാമ്പ്. വായും പിളർന്നു നിൽക്കുന്ന പാമ്പിനെ കണ്ടങ്ങു പേടിച്ചു പൊന്നുകിളി. കുഞ്ഞിക്കിളികളാം ഞങ്ങളെ തിന്നിട്ട് എന്തുണ്ടു കാര്യം പെരുമ്പാമ്പേ, നേരം വെളുക്കട്ടെ കൊണ്ടുവരാം ഞങ്ങൾ വയറു നിറയോളം തിന്നാനായി. തടിച്ചു കൊഴുത്ത മുയലൊരെണ്ണം മതിയാവോളം തിന്നാലോ. ചിന്നുകിളിയുടെ വാക്കതു കേട്ടപ്പോൾ താഴേക്കിറങ്ങി പെരുമ്പാമ്പ്. നേരം വെളുത്തപ്പോൾ പാവം കിളികൾ തീറ്റ തേടി പറന്നകന്നേ. പോകും വഴിയിൽ നിൽപ്പുണ്ടേ ഒരു മന്നവനെ പോൽ കൊമ്പനാന. കാര്യങ്ങൾ ചൊല്ലി ചിന്നുകിളി കൊമ്പൻ വന്നേ ആ വഴിയെ. പൊന്നുകിളിയും ചിന്നുകിളിയും പാമ്പിനെ പോയി വിളിച്ചുണർത്തി. വന്നോളൂ അവിടുന്ന് വിരുന്നൊരുക്കി കാത്തിരിപ്പാണേ കൊന്നച്ചോട്ടിൽ. കൊമ്പനുന്നം നോക്കി വെച്ചൊരു വമ്പൻ കല്ലുമായി കാത്തുനിന്നു. പാമ്പു പുറത്തേക്ക് വന്നൊരു നേരത്ത് മിന്നൽ വേഗത്തിൽ കല്ലെറിഞ്ഞേ. മണ്ട ചതഞ്ഞ പെരുമ്പാമ്പ് വാലിട്ടടിച്ചു പിന്നെയും. മന്ദൻ കാലുകൾ മുന്നോട്ടും പിന്നോട്ടും നീട്ടിച്ച വിട്ടി കൊമ്പനാന. ചതഞ്ഞരഞ്ഞു പെരുമ്പാമ്പ് ചിഹ്നം വിളിച്ചു കൊമ്പനാന. കുഞ്ഞിക്കിളികൾ നന്ദി പറഞ്ഞു കൊന്ന മരത്തിലിരിപ്പായി, പാട്ടും പാടിയിരിപ്പായി. ഇനി ന എന്നെങ്ങനെ എഴുതുന്നു നോക്കാം. അല്ലെങ്കിൽ ന രണ്ട് തരത്തിൽ ഉച്ചരിക്കുന്ന ടീച്ചർ പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ ന എന്നും ന എന്നൊക്കെ എഴുതുന്ന അക്ഷരം ആദ്യം എഴുതുക. അത് കഴിഞ്ഞ് അതിന് ഒരു കുനിപ്പ് കൂടി ഇട്ടാൽ ന ആയി, അല്ലെങ്കിൽ ന ആയി. ഇനി നമുക്ക് ഇത് വരുന്ന വാക്കുകൾ വായിക്കാം. കുന്ന്, കൊന്നമരം, ഇന്നലെ, വന്നൊരു, ചിന്നുകിളി. അവിടെ ന എന്നുള്ള ഉച്ചാരണമാണ് വന്നത് കണ്ടോ. ചിന്നു. കടന്ന്, പൊന്നുകിളി. അവിടെയും ന എന്ന ഉച്ചാരണമാണ് വന്നത്. പറന്നു, വന്നു, തീർന്നു, കിന്നാരം. അവിടെ ഇന്ന. ഇരുന്നൊരു, തെന്നൽ. അവിടെയും ന എന്ന് വന്നു. വൈകുന്നേരം, തുന്നൽക്കാരൻ. അവിടെ ന വന്നു. ഉണർന്നെഴുന്നേറ്റു, തീർന്നു,
കൊന്നു തിന്നുക. അവിടെ നു എന്നും നു എന്നും വന്നു കണ്ടോ, തിന്നുക എന്നുള്ളിടത്ത്. ചേർന്നു, പരന്നു, പിളർന്നു, ഇരുന്നു, പറന്നകന്നേ, വന്നോളൂ, അവിടുന്നേ, വിരുന്ന്, ഉന്നം, അവിടെയും ന വന്നു. നിന്നു. അടുത്തത് നോക്കൂ, മിന്നൽ, പിന്നെയും, മുന്നോട്ട്, പിന്നോട്ട്, ചിഹ്നം വിളിക്കുക, മന്നവൻ. അവിടെയൊക്കെ ന എന്നുള്ള ഉച്ചാരണമാണ്. മക്കളെ, ഇന്നത്തെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? പൊന്നുക്കിളീൻ്റെയും ചിന്നുക്കിളീൻ്റെയും പാട്ട് ഇഷ്ടമായോ? ആ പാട്ടിലൂടെ നമ്മളിന്ന് കുറേ വാക്കുകൾ പഠിച്ചു അല്ലേ? ന എന്ന് ഉച്ചാരണം വരുന്ന കുറേ വാക്കുകൾ, ന എന്ന ഉച്ചാരണവും വരുന്നുണ്ട് അല്ലേ? അങ്ങനത്തെ കുറച്ച് വാക്കുകൾ പഠിച്ചു. ഇനി അടുത്തൊരു കൂട്ടക്ഷരമായിട്ട് ടീച്ചർ വരാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.